ഹലോ ഗൈസ്, ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ സ്വന്തം മുത്തപ്പൻ്റെ മണ്ണിലാണ്. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിലാണ് ഞാനുള്ളത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മുത്തപ്പ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, ഇവിടെ വന്ന് നിങ്ങൾ മുത്തപ്പനെ കണ്ട് തിരികെ പോകുമ്പോൾ മനസ്സ് നിറയെ എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. പാവങ്ങളുടെ വിളി എന്നും കേൾക്കുന്ന വടക്കേ മലബാറുകാരുടെ കൺകണ്ട ദൈവമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. വിളിച്ചാൽ വെളിപ്പുറത്തോടിയെത്തുന്ന ക്ഷിപ്രപ്രസാദി, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് നമ്മുടെ മുത്തപ്പന്. ഐതിഹ്യമനുസരിച്ച് കണ്ണൂർ ജില്ലയിലെ തന്നെ എരുവേശി എന്ന ഇല്ലത്താണ് മുത്തപ്പൻ്റെ ബാല്യകാലം. ഒരുപാട് കാലമായിട്ടും മക്കളില്ലാതിരുന്ന തികഞ്ഞ ശിവഭക്തയായ പാടിക്കുറ്റിയമ്മയ്ക്കും അയ്യങ്കര വാഴുന്നവർക്കും ശിവഭഗവാന്റെ സ്വപ്നദർശനം കിട്ടുകയും തുടർന്ന് പിറ്റേ ദിവസം പാടിക്കുറ്റിയമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. ഈ കുഞ്ഞാണ് നമ്മളിപ്പോൾ കാണുന്ന ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ. ബാല്യകാലത്തിലെ തന്നെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമായിരുന്നു മുത്തപ്പന്. ഇല്ലത്തെ രീതികൾക്ക് വിപരീതമായി മുത്തപ്പൻ സാധാരണക്കാരുടെ കൂടെ നായാട്ടിന് പോവുകയും മാംസം ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലത്തുള്ള ആർക്കും ഇഷ്ടമായിരുന്നില്ല. ഒടുവിൽ മുത്തപ്പൻ വീട് വിട്ടിറങ്ങിയും വളപട്ടണം പുഴയുടെ തീരത്ത് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിനുമായി ശിവ വിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി കുടികൊള്ളുകയും ചെയ്തു എന്നാണ് വിശ്വാസം. രാവിലെ 5 മണി മുതൽ രാത്രി 8 മണി വരെ ഇവിടെ നട തുറന്നിരിക്കും. അതുപോലെ തന്നെ വെള്ളാട്ടവും തിരുവപ്പനയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള പറശ്ശിനിക്കടവിലാണ് മുത്തപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചില പ്രത്യേക ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഇവിടെ തെയ്യം കെട്ടിയാടാറുണ്ട്. നിങ്ങൾ അതിരാവിലെ വരികയാണെങ്കിൽ നിങ്ങൾക്കും ഇവിടെ നിന്ന് തെയ്യം ദർശിക്കാവുന്നതാണ്. മുത്തപ്പനെ കാണാൻ വരുന്നവർക്കായി എല്ലാ ദിവസവും ഇവിടെ അന്നദാനമുണ്ട്. അതുപോലെ ഇവിടെ വരുന്നവർക്കായി പയറ് പുഴുങ്ങിയതും ചായയും കൊടുക്കാറുണ്ട്. ഇത് മുത്തപ്പൻ്റെ പ്രസാദമാണ്. ഇവിടെ വരുന്നവർ മനസ്സു മാത്രമല്ല വയറും നിറഞ്ഞ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും തിരിച്ചു പോകണമെന്നാണ് മുത്തപ്പൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇവിടെ ജാതി മത വേർതിരിവില്ലാതെ ഒരുപാട് ഭക്തർ എന്നും വരാറുണ്ട്. കാരണം നമ്മുടെ മുത്തപ്പന് ജാതിയും മതവും ഒന്നുമില്ല. എല്ലാവരോടും ആവോളം സ്നേഹവും വാത്സല്യവും മാത്രമാണുള്ളത്. അതുപോലെ നിങ്ങളിവിടെ വരുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തും പുറത്തുമായി ഒരുപാട് നായ്ക്കളെ കാണാം. മുത്തപ്പൻ്റെ വാഹനം കൂടിയാണ് ഈ നായ്ക്കൾ. നായാട്ടിന് പോകുമ്പോൾ മുത്തപ്പൻ്റെ കൂടെ സന്തത സഹചാരിയായി ഈ നായ്ക്കളും ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയുടെ തീരത്ത് ശാന്തനായി ഭക്തരെ കാത്തു രക്ഷിച്ച് മുത്തപ്പൻ അങ്ങനെ കുടികൊള്ളുകയാണ്.
ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഈ പുഴയിലൂടെ ഒന്ന് ചെറിയൊരു ബോട്ട് യാത്ര നടത്താനായിട്ട് ഇവർ ഒരുപാട് ബോട്ട് സർവീസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഗെയ്സ്, ഈ കാണുന്ന ചെറിയ ചെറിയ ബോട്ടുകളാണ്. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്. അത് പ്രൈവറ്റായി നിങ്ങൾക്ക് ഫാമിലി ഒരു ബോട്ടിംഗ് നടത്താവുന്നതാണ്. ഗെയ്സ്, ഞാനൊരു 70 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ബോട്ട് സഫാരി നടത്താനായിട്ടുമാണ്. വലിയ ബോട്ടാണ് കേട്ടോ, അത്യാവശ്യം വലിയ ബോട്ടാണ്. ഒരു 10-100 പേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റുന്ന ഒരു ബോട്ടാണ്. താഴെ ഇരിക്കാനായിട്ട് 50 രൂപയാണ്, അതിന് മേലത്തെ ഫ്ലോറിൽ ഇരിക്കാനായിട്ട് 70 രൂപയാണ് ചാർജ് വരുന്നത്. ഈ കാണുന്ന വലിയ ബോട്ടിലാണ് ഞാനിപ്പം പോകാൻ പോകുന്നത്. എല്ലാവിധ സേഫ്റ്റി സജ്ജീകരണങ്ങളും ഈ ബോട്ടിലുണ്ട്. ബോട്ടിൽ ആൾ ഫുള്ള് നിറഞ്ഞാൽ മാത്രമേ ബോട്ട് എടുക്കുകയുള്ളൂ. ഒരു 10-100 ആളുകൾക്ക് ഇതിൽ പോകാൻ പറ്റും ഒരേ സമയം. ഗെയ്സ്, അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് ബോട്ട് സർവീസ് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസിന് വലിയൊരു എമൗണ്ട് വരുന്നത്, പ്രൈവറ്റ് ബോട്ട് സർവീസിന് കുറച്ച് അധികം എമൗണ്ട് വരുന്നത്. എന്നാലും വലിയൊരു എമൗണ്ട് ഒന്നുമല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ട് തന്നെയാണ്. ഇതാ നിങ്ങൾ ഈ കാണുന്ന ബോട്ട് ടൂറിസം വകുപ്പിൻ്റെയാണ്, ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ്. ഗെയ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിന് മുന്നിലുള്ള ആ വലിയ പുഴയിലാണ്. വളപട്ടണം പുഴ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന വലിയ പുഴയാണ്. അതിമനോഹരമാണ് കേട്ടോ. നമ്മൾ ആ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നീങ്ങി വലിയൊരു ബ്രിഡ്ജ് കാണാം. ആ ബ്രിഡ്ജിന് മേലെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അസാധ്യ വ്യൂ ആണ് കേട്ടോ, അതിമനോഹരം, ഒന്നും പറയാനില്ല. ഇന്നലെ രാത്രിയിൽ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കുറച്ച് കലങ്ങിയിട്ടുണ്ട്. എന്നാലും അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ കാണാൻ. ഗെയ്സ്, പറശ്ശിനി മടപ്പുരയുടെ ആ വ്യൂ, ദൂരം എന്നുള്ള വ്യൂ ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ പറശ്ശിനിക്കടവ് വന്ന ഈ യാത്രയിൽ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി, ഒരു ബെസ്റ്റ് ഫ്രണ്ട്, നിഖിൽ, വയനാട്ടുകാരൻ. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, നല്ല സഹകരണങ്ങളൊക്കെയുള്ള നല്ല മനസ്സിൻ്റെ ഒരു ഉടമ. അപ്പോൾ നിഖിൽ ബ്രോയെ എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ നിന്ന് കാണിക്കണം എന്ന് തോന്നുന്നു. കാരണം നല്ല മനുഷ്യനാണ്, ഇത്തരം നല്ല മനസ്സുകളുള്ള മനുഷ്യരെ കാണുക എന്ന് തന്നെ വളരെ അപൂർവമാണ്. അങ്ങനെ ഒരു ഫ്രണ്ടിനെ എനിക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് നിഖിൽ ബ്രോ, പറശ്ശിനിക്കടവിൽ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി എത്തി, ഇവിടെയൊക്കെ കണ്ടു. ഇപ്പം നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പം പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം മറ്റൊരു സ്ഥലത്തെ വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.